വളരെ സാവധാനം വലതുവശം ചെരിഞ്ഞ് മലർന്ന് ശവാസനത്തിൽ കിടക്കാം. കാൽപാദങ്ങൾ ഹിപ്പിനേക്കാളും കുറച്ചു കൂടുതൽ വൈഡാക്കി സുഖകരമായി വയ്ക്കാം. കൈകൾ കൈപ്പത്തി മലർത്തി ശരീരത്തിന് ഇരുവശത്തും കുറച്ച് വിട്ടുവയ്ക്കുക, വളരെ കംഫർട്ടബിളായിട്ട്. തല നേരെ വയ്ക്കുക, സുഖപ്രദമായിട്ട്. കാൽപാദങ്ങൾ മുതൽ തലവരെയുള്ള ഭാഗം മൊത്തത്തിൽ മനസ്സുകൊണ്ട് കാണുക. എല്ലാ ശരീരഭാഗങ്ങളും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കട്ടെ. ശരീരവും മനസ്സും കൂടുതൽ ശാന്തമായിരിക്കട്ടെ. മനസ്സ് പ്രസന്നമായിരിക്കട്ടെ. സാവധാനം വലത് കൈ പുക്കളുടെ മേലെ കമഴ്ത്തി വയ്ക്കാം. അതിൻ്റെ മേലെ പതുക്കെ ഇടത് കൈ വയ്ക്കാം. അബ്ഡോമിനൽ ബ്രീത്തിങ് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ചെയ്യാം. വയറിൻ്റെ ഭാഗത്തെ കേന്ദ്ര ബിന്ദുവിലേക്ക്, എനർജി സെൻറ്ററിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സോളാർ പ്ലസ് ചക്ര അഥവാ മണിപൂരക ചക്ര. വയറിൻ്റെ ഭാഗത്തെ ചലനം ശ്രദ്ധിക്കാം. ശ്വാസം ഉള്ളോട്ട് വരുമ്പോൾ വയറ് സാവകാശം ഉയരുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ വയറ് സാവകാശം താഴുന്നു. ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വയറിൻ്റെ ഈ ചലനങ്ങളെ ശ്വാസഗതിക്കനുസരിച്ച് പരമാവധി കൃത്യമാക്കി വയ്ക്കാം. അതൊരു കഴിവാണ്. ശ്വാസം എടുത്തു തുടങ്ങുമ്പോൾ വയറ് ഉയരാൻ തുടങ്ങുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ വയറ് താഴാൻ തുടങ്ങുന്നു. വയറിൻ്റെ ചലനങ്ങളെ കൃത്യമാക്കി വയ്ക്കാം നമുക്ക് ശ്വാസഗതിക്കനുസൃതം. അങ്ങനെ വരുമ്പോൾ ശ്വാസം, ശരീരചലനം, മനസ്സ് ഒന്നായി പ്രവർത്തിക്കുന്നു. യോഗം സംഭവിക്കുന്നു. ഉള്ളോട്ടെടുക്കുന്ന ഓരോ ശ്വാസവും നിങ്ങൾക്ക് എനർജി പ്രദാനം ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന ഓരോ ശ്വാസവും നിങ്ങൾക്ക് വിശ്രമം പ്രദാനം ചെയ്യുന്നു, ആശ്വാസം പ്രദാനം ചെയ്യുന്നു. ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ പ്രകാശം വയറിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ വ്യാപിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളുന്നു. ശരീരം കൂടുതൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു. വയറിൻ്റെ ഭാഗത്തെ മെയിൻ്റനൻസ് കൃത്യമായും ശാന്തമായും നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സാവധാനം കൈകൾ ഓരോന്നായിട്ട് നെഞ്ചിൻ്റെ മധ്യത്തിൽ കേന്ദ്രബിന്ദുവിലേക്ക് കൊണ്ടുവരിക, കമഴ്ത്തി വയ്ക്കാം. അനാഹത ചക്രം അഥവാ ഹാർട്ട് ചക്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇനി നെഞ്ചിൻ്റെ പതുക്കെ ഉള്ള ചലനങ്ങളെ ശ്രദ്ധിക്കാം. നെഞ്ചിൻ്റെ ഈ ചലനങ്ങളെ ശ്വാസഗതിക്കനുസരിച്ച് നമുക്ക് കൃത്യമാക്കി വയ്ക്കാം. ശ്വാസം ഉള്ളോട്ടെടുക്കാൻ തുടങ്ങുമ്പോൾ നെഞ്ച് സാവകാശം ഉയരാൻ തുടങ്ങുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ നെഞ്ച് സാവകാശം താഴുന്നു. നെഞ്ചിൻ്റെ ഉയർച്ചയും താഴ്ചയും ശ്വാസഗതിക്കനുസരിച്ച് പരമാവധി നമുക്ക് കൃത്യമാക്കി വയ്ക്കാം. അതൊരു കഴിവാണ്. അതുവഴി ശരീര ചലനവും ശ്വാസവും മനസ്സും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. യോഗം സംഭവിക്കുന്നു. ഉള്ളോട്ട് പ്രാണവായു വരുമ്പോൾ പ്രകാശം നെഞ്ചിൻ്റെ എല്ലാ കോണുകളിലേക്കും കോശങ്ങളിലേക്കും വ്യാപിക്കുന്നു. കോശങ്ങളും അവയവങ്ങളും എനർജറ്റിക് ആയിരിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, അൺവാണ്ടഡ് കെമിക്കൽസ് പുറന്തള്ളുന്നു. നെഞ്ച് കൂടുതൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഉള്ളോട്ടെടുക്കുന്ന ശ്വാസം നെഞ്ചിൻ്റെ ഭാഗത്ത് ഊർജം പ്രദാനം ചെയ്യുന്നു. കൂടുതൽ എനർജി പ്രകാശ രൂപത്തിൽ നെഞ്ചിൻ്റെ ഓരോ കോണുകളിലേക്കും കോശങ്ങളിലേക്കും വീണ്ടും വ്യാപിക്കുന്നു.
മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, എനർജറ്റിക് ആയിക്കൊണ്ടിരിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി നെഞ്ചിൻ്റെ ഭാഗം കൂടുതൽ കൂടുതൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, ഭക്തിപൂർവ്വം സന്തോഷിക്കുക, സമാധാനിക്കുക. ഇനി സാവധാനം കൈകൾ റിലീസ് ചെയ്ത് ശരീരത്തിന് ഇരുവശത്തും വയ്ക്കാവുന്നതാണ്. വളരെ കംഫർട്ടബിളായിട്ട് കൈകൾ ശരീരത്തിന് ഇരുവശത്തും വിശ്രമിക്കുന്നു. ശരീരം മുഴുവനായും വിശ്രമിക്കുന്നു. മനസ്സ് ശാന്തമായിരിക്കുന്നു. ശ്വാസഗതി സാധാരണ താളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിലേക്കും ശ്വാസത്തിലേക്കും ശ്രദ്ധ ഇടമുറിയാതെ കൊടുക്കാം. അഥവാ ശ്രദ്ധ മാറിയിട്ടുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാം ശരീരത്തിലേക്കും ശ്വാസഗതിയിലേക്കും. ഇനി നമുക്ക് ഉദ്ഗീത് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം. സാവധാനം വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഒരു സാധാരണ ശ്വാസം ഉള്ളോട്ടെടുക്കാം. ഇനി വയറിൻ്റെ ഭാഗത്തെ വൈബ്രേഷൻ ശ്രദ്ധിച്ചുകൊണ്ട് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാം. വയറിൻ്റെ ഭാഗത്തെ വൈബ്രേഷൻ, എനർജി ഫ്ലോ ശ്രദ്ധിക്കാം. സാവധാനം നെഞ്ചിൻ്റെ മധ്യത്തിലുള്ള കേന്ദ്ര ബിന്ദുവിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഹാർട്ട് ചക്ര ഓർ അനാഹത ചക്ര വൈബ്രേഷൻ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളോട്ടെടുക്കാം. സാവധാനം ശബ്ദം നെഞ്ചിൻ്റെ ഭാഗത്തെ വൈബ്രേഷൻ ശ്രദ്ധിക്കാം. എനർജി ഫ്ലോ ശ്രദ്ധിക്കാം. അതിനുശേഷം സാവധാനം തലയുടെ മേൽഭാഗത്തെ കേന്ദ്ര ബിന്ദുവിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സഹസ്രാര ചക്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശാന്തമായി ശ്വാസം ഉള്ളോട്ട് വരുന്നു. ശബ്ദം ബ്രെയിൻ സെൽസുകളെ വൈബ്രേഷൻ ശ്രദ്ധിക്കുക. എനർജി ഫ്ലോ ശ്രദ്ധിക്കാം ഭക്തിപൂർവം. സാവധാനം വീണ്ടും വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സാധാരണ ശ്വാസം ശാന്തമായി ഉള്ളോട്ട് വരുന്നു. വൈബ്രേഷൻ കൊടുക്കാം. വളരെ സാവധാനം നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ശബ്ദം വൈബ്രേഷൻ ശ്രദ്ധിക്കാം. ഇനി പതുക്കെ തലയുടെ മേൽഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. സഹസ്രാര പത്മത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സാധാരണ ശ്വാസം ശാന്തമായി ഉള്ളോട്ടെ. വൈബ്രേഷൻ ശ്രദ്ധിക്കാം. വളരെ സാവധാനം വീണ്ടും വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ശ്വാസം ഉള്ളോട്ടെടുക്കാം. വൈബ്രേഷൻ ശ്രദ്ധിക്കാം. ഇനി പതുക്കെ നെഞ്ചിൻ്റെ മധ്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. സാധാരണ ശ്വാസം ശാന്തമായി ഉള്ളോട്ടെടുക്കാം.
പതുക്കെ വൈബ്രേഷൻ ശ്രദ്ധിക്കാം. തലയുടെ മേൽഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സാധാരണ ശ്വാസം ശാന്തമായിട്ട് ഉള്ളോട്ടെടുക്കുക. മൂന്ന് എനർജി സെൻറ്ററിലെയും വൈബ്രേഷൻ ശ്രദ്ധിക്കുക. എനർജി ഫ്ലോർ ശ്രദ്ധിക്കുക. ഭക്തിപൂർവം ശാന്തമായിട്ട് വിശ്രമിക്കാം. സാധാരണ ശ്വാസഗതി. ഇനി നമുക്ക് ഭ്രാമരി ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം. സാവധാനം കൈകൾ പ്രയാസമില്ലെങ്കിൽ 2 തള്ളവിരലെ കൊണ്ടും ചെവികൾ പുറത്തുനിന്ന് ഫ്ലാപ്പിൻ്റെ മേലെ വെച്ച് അടച്ചു വയ്ക്കുക. വിരലുകൾ തലയുടെ മേലെ വളരെ സുഖകരമായി വയ്ക്കുക. പ്രയാസം ഉണ്ടെങ്കിൽ കൈകൾ സാധാരണഗതിയിൽ തന്നെ ശവാസനത്തിൽ വെക്കുന്നത് പോലെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഒരു ശാന്തമായി ശ്വാസം ഉള്ളോട്ടെടുക്കാം. വൈബ്രേഷൻ കൊടുക്കാം. ബ്രെയിൻ സെൽസുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വൈബ്രേഷൻ എനർജി ഫ്ലോ ശ്രദ്ധിക്കാം. ശാന്തമായി സാവധാനം ശ്വാസം ഉള്ളോട്ടെ. വൈബ്രേഷൻ എനർജി ഫ്ലോ ശ്രദ്ധിക്കാം. ശാന്തമായ ശ്വാസം ഉള്ളോട്ടെ. ശാന്തമായ ശ്വാസം ഉള്ളോട്ടെ. സാധാരണ ശ്വാസം ശാന്തമായി ഉള്ളോട്ടെടുക്കാം. സാവധാനം കൈകൾ റിലീസ് ചെയ്ത് ശരീരത്തിന് ഇരുവശത്തും വളരെ കംഫർട്ടബിളായിട്ട് വയ്ക്കാം. കൈകൾ വിശ്രമിക്കട്ടെ. ശരീരം പൂർണ്ണമായിട്ട് വിശ്രമിക്കട്ടെ. ശാന്തമായിരിക്കട്ടെ. ഇനി നമുക്ക് ചക്ര മെഡിറ്റേഷനിലേക്ക് പോകാം. ശരീരം മൊത്തത്തിലൊന്ന് കാണുക. എല്ലാ ഭാഗങ്ങളും ശാന്തമായി ആഴത്തിൽ വിശ്രമിക്കുന്നു എന്ന് വീണ്ടും ഉറപ്പ് വരുത്താം. മനസ്സ് ശാന്തമായിരിക്കുന്നു, ശൂന്യമായിരിക്കുന്നു, പ്രസന്നമായിരിക്കുന്നു എന്നുറപ്പ് വരുത്താം. ഇനി സാവധാനം ശരീരത്തിൻ്റെ നെടുംതൂണായിട്ടുള്ള നട്ടെല്ല് മനസ്സുകൊണ്ട് കാണാം. ഓരോ കശേരുക്കളും മനസ്സുകൊണ്ട് കാണാൻ ഇടമുറിയാതെ. അഥവാ ശ്രദ്ധ മാറിയാൽ സ്നേഹപൂർവ്വം ശ്രദ്ധയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. എന്നിട്ട് നട്ടെല്ലിലേക്ക് തന്നെ കൊടുക്കാം. നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള കേന്ദ്ര ബിന്ദുവിലേക്ക് ശ്രദ്ധ കൊടുക്കാം. മൂലാധാര ചക്രം, കർമ്മം ചെയ്യാൻ ആവശ്യമായ കുണ്ടലിനി ശക്തി കുടികൊള്ളുന്ന സ്ഥലം. നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് കുണ്ടലിനി ശക്തിയെ പ്രകാശരൂപത്തിൽ കാണാം. മനോഹരമായിട്ടുള്ള ചുവന്ന പ്രകാശബിന്ദു നട്ടെല്ലിൻ്റെ അടിഭാഗത്ത് മൂലാധാര ചക്രത്തിലുണ്ട് എന്ന് സങ്കല്പിക്കാം. ആ എനർജിയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക, ഉണർത്തിയെടുക്കുക. പ്രകാശം ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. അതോടുകൂടി കർമ്മം ചെയ്യാൻ ആവശ്യമായ കുണ്ടലിനി ശക്തി വർദ്ധിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവ്വം തിരിച്ചറിയാം, സന്തോഷിക്കാം, സമാധാനിക്കാം, സ്ഥിരീകരിക്കാം. സാവധാനം സുഷുമ്നാനാഡിയിലൂടെ ഈ ചൈതന്യത്തെ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ടുവരിക. അടിവയറിൻ്റെ മധ്യത്തിലൊരു ബിന്ദു സങ്കല്പിക്കുക. ആ ബിന്ദുവിൻ്റെ തൊട്ട് താഴെ സുഷുമ്നാനാഡിയിൽ പ്രകാശത്തെ കൊണ്ടുവന്ന് നിർത്തുക.
സ്വാധിഷ്ഠാന ചക്രം. ആ ഭാഗത്ത് പ്രകാശത്തെ കൊടന്ന് നിർത്തുക. പതുക്കെ പതുക്കെ പ്രകാശത്തിൻ്റെ കളറ് മനോഹരമായിട്ടുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഒരു പ്രകാശ ബിന്ദുവായിട്ട് മാറുന്നത് സങ്കല്പിക്കുക. ആ ചൈതന്യത്തെ, പ്രകാശത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം, ചൈതന്യം വർദ്ധിപ്പിക്കാം. അതോടുകൂടി പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ എനർജി നിങ്ങളിൽ കൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം, സന്തോഷിക്കാം ഭക്തിപൂർവം. സാവധാനം ശ്രദ്ധയെ വീണ്ടും ഈ സുഷുമ്നാനാഡിയിലേക്ക് കൊണ്ടുവരാം. ഈ ചൈതന്യം, പ്രകാശം വീണ്ടും സുഷുമ്നാനാഡിയിലൂടെ പതുക്കെ മേലോട്ട് ഉയർത്തുക. വയറിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദു സങ്കല്പിക്കുക. മണിപൂരക ചക്രം അഥവാ സോളാർ പ്ലസ് ചക്ര. അതിൻ്റെ തൊട്ട് താഴെ സുഷുമ്നാനാഡിയിൽ ചൈതന്യത്തെ, പ്രകാശത്തെ കൊടന്ന് നിർത്തുക. അതോടുകൂടി ഈ പ്രകാശത്തിൻ്റെ കളറ് മനോഹരമായിട്ടുള്ള മഞ്ഞ നിറമായിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു യെല്ലോ ലൈറ്റ് കാണാൻ ശ്രമിക്കുക. സുഷുമ്നാനാഡിയിൽ വയറിൻ്റെ മധ്യത്തിൽ ബിന്ദുവിൻ്റെ തൊട്ട് താഴെ മണിപൂരക ചക്രം, സോളാർ പ്ലസ് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണുക. ആ പ്രകാശം വർദ്ധിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണുക. അതോടുകൂടി പോഷക സമൃദ്ധിക്ക് ആവശ്യമായ എനർജി നിങ്ങളിൽ കൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവം തിരിച്ചറിയാം, സ്ഥിരീകരിക്കാം. സാവധാനം ഈ സുഷുമ്നാനാഡിയിലെ ചൈതന്യത്തെ, പ്രകാശത്തെ വീണ്ടും നട്ടെല്ലിലൂടെ ഉയർത്തിക്കൊണ്ടു പോകുക. നെഞ്ചിൻ്റെ മധ്യത്തിൽ ഒരു ബിന്ദു സങ്കല്പിക്കുക. അതിൻ്റെ തൊട്ട് താഴെ സുഷുമ്നാനാഡിയിൽ ഈ ചൈതന്യത്തെ, പ്രകാശത്തെ കൊടന്ന് നിർത്തുക. അതോടുകൂടി പ്രകാശത്തിൻ്റെ കളറ് മനോഹരമായിട്ടുള്ള ഗ്രീൻ കളറായിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. ഗ്രീൻ കളറിലുള്ള ഈ മനോഹരമായിട്ടുള്ള പ്രകാശ ബിന്ദുവിലെ പ്രകാശം, ചൈതന്യം ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം. അതോടുകൂടി ആത്മവിശ്വാസം വർദ്ധിക്കാൻ ആവശ്യമായ എനർജി നിങ്ങളിൽ കൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവം തിരിച്ചറിയാം, സന്തോഷിക്കാം, സ്ഥിരീകരിക്കാം. വീണ്ടും സാവധാനം ഈ ചൈതന്യത്തെ സുഷുമ്നാനാഡിയിലൂടെ മേലോട്ട് ഉയർത്തിക്കൊണ്ടുവരിക. തൊണ്ടക്കുഴിയുടെ തൊട്ട് മേലൊരു ബിന്ദു സങ്കല്പിക്കുക. അതിൻ്റെ തൊട്ട് താഴെ കഴുത്തിൻ്റെ ഉള്ളിലായിട്ട് ചൈതന്യത്തെ, പ്രകാശത്തെ കൊടന്ന് നിർത്തുക. ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധി ചക്ര. ആ പ്രകാശത്തിൻ്റെ നിറം, കളറ് പതുക്കെ പതുക്കെ മനോഹരമായിട്ടുള്ള ബ്ലൂ കളറായിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. മനോഹരമായിട്ടുള്ള നീല കളറിലെ പ്രകാശബിന്ദു അവിടെ ഉണ്ട് സങ്കല്പിക്കുക. ആ പ്രകാശത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം. അതോടുകൂടി ജനറൽ ഹെൽത്തിന് ആവശ്യമായ എനർജി നിങ്ങളിൽ കൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവം തിരിച്ചറിയാം, സന്തോഷിക്കുക. ഈ അവസ്ഥയെ സ്ഥിരീകരിക്കാം. സാവധാനം ഈ ചൈതന്യത്തെ, പ്രകാശത്തെ തലയുടെ ഉള്ളിലോട്ട് കൊണ്ടുപോകുക. പുരിയക്കൊടിയുടെ മധ്യഭാഗത്തൊരു ബിന്ദു സങ്കല്പിക്കുക. തേർഡ് ഐ ചക്ര അഥവാ ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുവരിക. പുരിയക്കൊടിയുടെ മധ്യഭാഗത്തൊരു ബിന്ദു സങ്കല്പിച്ച് അതിൻ്റെ തൊട്ട് താഴെ തലയുടെ ഉള്ളിലായിട്ട് പ്രകാശത്തെ കൊടന്ന് നിർത്തുക, ചൈതന്യത്തെ കൊടന്ന് നിർത്തുക. അതോടുകൂടി ഈ പ്രകാശത്തിൻ്റെ കളറ് മനോഹരമായിട്ടുള്ള ഇൻഡിഗോ കളറായിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ചൈതന്യത്തെ, പ്രകാശത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം നമുക്ക്. അതോടുകൂടി ആജ്ഞാപിക്കാനും ആജ്ഞ നിറവേറ്റാനും ആവശ്യമായ എനർജി നിങ്ങളിൽ കൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം, സന്തോഷിക്കാം. സാവധാനം നിങ്ങളുടെ ശ്രദ്ധയെ തലയുടെ മേൽഭാഗത്തെ മധ്യത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് കൊണ്ടുവരിക.
സഹസ്രാര ചക്രം അല്ലെങ്കിൽ സഹസ്രാര പത്മം അങ്ങോട്ട് കൊണ്ടുവരിക. അതോടുകൂടി പ്രകാശത്തിൻ്റെ കളറ് മനോഹരമായിട്ടുള്ള വയലറ്റ് നിറമായിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. വയലറ്റ് നിറത്തിലുള്ള ഒരു പ്രകാശ ബിന്ദു ഈ സഹസ്രാര ചക്രത്തിലുണ്ട് എന്ന് സങ്കല്പിക്കുക. ആ പ്രകാശ ബിന്ദുവെ ചൈതന്യത്തെ ഒന്നുകൂടെ നമുക്ക് വർദ്ധിപ്പിക്കാം. അതോടുകൂടി സ്നേഹവും വിശ്വാസവും വർദ്ധിക്കാൻ ആവശ്യമായ എനർജി നിങ്ങളിൽ കൂടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവ്വം തിരിച്ചറിയാം, സന്തോഷിക്കാം. ഈ ചൈതന്യത്തെ, പ്രകാശത്തെ നമുക്ക് ഒന്നുകൂടെ വർദ്ധിപ്പിക്കാം. പതുക്കെ പതുക്കെ തലയുടെ മേൽഭാഗത്ത് മുഴുവനായിട്ടും വ്യാപിക്കുന്നു. തലയുടെ ഉൾഭാഗത്തേക്കും ചൈതന്യം, പ്രകാശം വ്യാപിക്കുന്നു. തലയുടെ പിൻഭാഗത്തേക്കും സാവകാശം വ്യാപിക്കുന്നു. തലയുടെ വശങ്ങളിലേക്ക്, ചെവികളുടെ ഭാഗത്തേക്കും വ്യാപിക്കുന്നു. തലഭാഗം മുഴുവനായും വ്യാപിച്ചിരിക്കുന്നു. നെറ്റിയുടെ ഭാഗത്തേക്കും കൺപോളകളിലേക്കും കണ്ണുകളിലേക്കും മൂക്കിൻ്റെ ഭാഗം, കവിളുകൾ, താടിയെല്ല്, ചുണ്ടുകൾ, മുഖത്തും തലഭാഗം മുഴുവനായിട്ടും പ്രകാശം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ചൈതന്യം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ചു വെച്ചാൽ എങ്ങനെയാണോ പ്രകാശം ഉള്ളിലും പുറത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്നത്, അതേപോലെ തല മുഴുവൻ പ്രകാശിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് കാണാം ഭക്തിപൂർവം, ഇടമുറിയാതെ. ഈ ചൈതന്യത്തെ, പ്രകാശത്തെ വീണ്ടും വർദ്ധിപ്പിക്കാം. കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു. പതുക്കെ പതുക്കെ ഇരു തോളുകളിലേക്കും ഈ ചൈതന്യം, പ്രകാശം വ്യാപിക്കുന്നു. സാവധാനം കൈവണ്ണകളിലേക്കും ഈ ചൈതന്യം, പ്രകാശം വ്യാപിക്കട്ടെ. കൈമുട്ടുകളിലേക്ക്, കണങ്കൈകളിലേക്ക്, കൈപ്പത്തികളിലേക്ക്, വിരലുകളിലേക്ക്, നഖങ്ങളിലേക്ക്, നഖത്തിൻ്റെ വിരലുകളുടെ അറ്റം വരെ ഈ ചൈതന്യം, പ്രകാശം തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക ഭക്തിപൂർവ്വം. വളരെ സാവധാനം ശ്രദ്ധയെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കഴുത്തിലെയും തോൾ ഭാഗത്തെയും പ്രകാശം, ചൈതന്യം പതുക്കെ പതുക്കെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു. സാവധാനം നെഞ്ചിൻ്റെ ഉൾഭാഗത്തെ എല്ലാ അവയവങ്ങളിലേക്കും ഈ ചൈതന്യം, പ്രകാശം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. നെഞ്ചിൻ്റെ ഭാഗത്തെ ഓരോ കോശങ്ങളിലേക്കും കോണുകളിലേക്കും ഈ ചൈതന്യം, പ്രകാശം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. സാവധാനം ഈ ചൈതന്യം, പ്രകാശം പുറം ഭാഗത്തേക്കും വ്യാപിക്കുന്നു. നെഞ്ചിൻ്റെ മേലെയും നെഞ്ചിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തേക്കും ചൈതന്യം, പ്രകാശം തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന് ഭാവനയിൽ കാണുക ഭക്തിപൂർവ്വം. ഈ ചൈതന്യത്തെ നമുക്ക് വീണ്ടും ഒന്ന് വർദ്ധിപ്പിക്കാം. വയറിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു. ഉൾഭാഗത്തെ എല്ലാ അവയവങ്ങളിലേക്കും വ്യാപിക്കുന്നു. പുറം ഭാഗത്തേക്കും വ്യാപിക്കുന്നു. പ്രകാശം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. സാവധാനം പതുക്കെ പതുക്കെ ഹിപ്പുകളിലേക്ക് വ്യാപിക്കുന്നു ഈ ചൈതന്യം. സാവധാനം തുടഭാഗങ്ങളിലേക്കും ചൈതന്യം വ്യാപിക്കട്ടെ, പ്രകാശം വ്യാപിക്കട്ടെ, തിങ്ങി നിറഞ്ഞിരിക്കട്ടെ. സാവധാനം ഇരു കാൽമുട്ടിലേക്കും ഈ ചൈതന്യം, പ്രകാശം വ്യാപിക്കുന്നു. പതുക്കെ പതുക്കെ കണങ്കാലുകളിലേക്കും വ്യാപിക്കുന്നു. പാദങ്ങളിലേക്കും വിരലുകളിലേക്കും ഈ ചൈതന്യം, പ്രകാശം പൂർണ്ണമായിട്ട് വ്യാപിച്ചിരിക്കുന്നു, തിങ്ങി നിറഞ്ഞിരിക്കുന്നു. തലഭാഗം മുതൽ കാൽപാദങ്ങൾ വരെ പൂർണ്ണമായിട്ട് ചൈതന്യം, പ്രകാശം തിങ്ങി നിറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഭക്തിപൂർവം തിരിച്ചറിയാം, സ്ഥിരീകരിക്കാം. ശാരീരികമായും മാനസികമായും ആഴത്തിലുള്ള വിശ്രമം. സാവധാനം മനസ്സ് കൂടുതൽ കൂടുതൽ
ധ്യാന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഒരു സ്പിരിച്വൽ റിലാക്സേഷൻ, ആത്മീയ നിർവൃത്തി ലഭിക്കാനായിട്ട് ശ്രമിക്കാം. ഭക്തിപൂർവം ഏതാനും മിനിറ്റുകൾ നേരത്തേക്ക്. പതുക്കെ പതുക്കെ ശ്വാസഗതിയിലേക്ക് ചെറിയൊരു ശ്രദ്ധ കൊടുത്ത് നോക്കാം. മുഴുവൻ ശ്രദ്ധയും ശ്വാസഗതിയിലേക്ക് കൊടുത്തു നോക്കാം. പതുക്കെ പതുക്കെ നെഞ്ചിൻ്റെ ഭാഗത്തേക്കും തോളുകളിലേക്കും തലഭാഗത്തേക്കും ശ്രദ്ധയെ വ്യാപിപ്പിക്കാം. സാവധാനം വയറിൻ്റെ ഭാഗത്തെയും ശ്രദ്ധിക്കാൻ തുടങ്ങാം. ഹിപ്പിൻ്റെ ഭാഗം, തുടഭാഗങ്ങൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ, പാദങ്ങൾ, വിരലുകളുടെ അറ്റം വരെ ശ്രദ്ധിക്കുക. കൈകളിലേക്കും ശ്രദ്ധയെ വ്യാപിപ്പിക്കാം. കൈകൾ, കൈപ്പത്തികൾ, വിരലുകൾ മുഴുവനായും ശ്രദ്ധിക്കുക. ശരീരം പൂർണ്ണമായിട്ട് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. സാവധാനം കാൽ വിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. സമയമെടുത്തുകൊണ്ട് കംഫർട്ടബിളായിട്ട് സാവധാനം വിരലുകൾ മാത്രം നമുക്കൊന്ന് അനക്കി നോക്കാം. പതുക്കെ പതുക്കെ പാദങ്ങളൊന്ന് ചലിപ്പിച്ച് നോക്കാം. സാവധാനം കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഉരുട്ടി നോക്കുക. ചലനങ്ങൾ ശ്രദ്ധിച്ച് കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക. ഇനി കൈ വിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. പതുക്കെ ഒന്ന് ചലിപ്പിക്കുക. കൈപ്പത്തികൾ ചലിപ്പിക്കുക. കൈകൾ പതുക്കെ ചലിപ്പിക്കുക. പറ്റുമെങ്കിൽ ഒരു ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വിടർത്തി തലയുടെ മേലെ കൊണ്ട് കോർത്ത് പിടിക്കാം. പറ്റുമെങ്കിൽ മറച്ച് പിടിക്കാം. ചെറിയൊരു ബലം കൊടുത്ത് നോക്കാം. അതിനുശേഷം പതുക്കെ വലതുവശം ചെരിഞ്ഞ് കിടന്ന് വിശ്രമിക്കാവുന്നതാണ്. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശാന്തമായ അവസ്ഥയെ അനുഭവിക്കുക, ആസ്വദിക്കുക ഭക്തിപൂർവ്വം. ഇന്ന് മുഴുവൻ നമുക്ക് ശാന്തത കൈവിടാതെ ശാന്തത നിലനിർത്തിക്കൊണ്ട് നമ്മളുടെ കർമ്മങ്ങളിൽ ഏർപ്പെടാം. മറ്റുള്ളവരുമായി ശാന്തി സമാധാനത്തോടുകൂടി ആശയവിനിമയം നടത്താം. ഇനി സാവധാനം കണ്ണുകൾ തുറക്കാതെ തന്നെ കൈകൾ നിലത്തൂന്നി പതുക്കെ എണീറ്റ് ഇരിക്കാവുന്നതാണ്. 2-3 ശ്വാസം ശാന്തമായും ദീർഘമായും ഉള്ളോട്ടെടുത്ത് പുറത്തു വിടാം. സാവധാനം പറ്റുമെങ്കിൽ കൈകൾ ഒന്ന് കൂട്ടി തിരുമ്മാം.
എനർജി ഫീൽ ചെയ്യുക, ചൂട് ഫീൽ ചെയ്യുക. പതുക്കെ കണ്ണിൻ്റെ മേലെ വെച്ച് വശങ്ങളിലേക്ക് 3 പ്രാവശ്യം തടവുക. പതുക്കെ മുഖമൊക്കെ ഒന്ന് തടവുക, തല തടവുക. ഇനി പതുക്കെ തോളുകളിലേക്ക്, കൈകളിലേക്ക് തടവാം. നെഞ്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തടവുക, വയറിൻ്റെ ഭാഗം, പതുക്കെ ഹിപ്പിൻ്റെ ഭാഗം, തുടഭാഗം, കാൽമുട്ടുകൾ, കണങ്കാലുകൾ, പാദങ്ങൾ, വിരൽ വരെ ഒന്ന് തടവുക. ആ എനർജി ഫീൽ ചെയ്യുക. ഇനി ചുറ്റുപാടുകളിലേക്കും സ്വന്തം ശരീരത്തിലും ശ്രദ്ധിക്കുക. സമയമെടുത്തുകൊണ്ട് സാവധാനം കണ്ണുകൾ പതുക്കെ തുറന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. നന്ദി, നമസ്തേ.